സോറി കുറച്ച് ഷോപ്പിംഗ്. ശോഭയോ? ചൈന ടൗണിലെത്തി. ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് രാവിലെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിക്കുവാണ്. അപ്പം നമ്മളിന്ന് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണമെന്ന് വെച്ചാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ രാവിലെ നമ്മൾ എണീറ്റ് റെഡിയായി വന്നപ്പോൾ തന്നെ 10 മണിയായി. അപ്പം എണീറ്റ് പാടാക്ക് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. അപ്പം അതൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വെച്ചു. നമ്മളിപ്പം സ്ട്രാറ്റ്ഫോർഡ് പ്രൈമാർക്കിൽ വന്നിട്ടുള്ളത്. ഇവിടെ സ്ട്രാറ്റ്ഫോർഡ് പ്രൈമാർക്കിൽ ഒത്തിരി ഡ്രസ്സസ് വന്നിട്ടുണ്ട്, ഒത്തിരി. കാരണം ഞാൻ ലാസ്റ്റ് വീക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അന്ന് ഇത്രയൊന്നുമില്ല. പക്ഷേ ഇന്ന് വന്നപ്പോഴത്തേക്കിനും കറക്റ്റ് ഒരാഴ്ചയായി. ഇന്ന് വന്നപ്പോഴത്തേക്കിനും ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് പുതിയ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഡ്രസ്സ് തപ്പി നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വന്നിട്ട് പോയാൽ നന്നായിരിക്കും. കാരണം വിൻ്ററൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അവരുടെ പുതിയ സ്റ്റോക്കൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചൈന ടൗൺ പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിലാണ് ഇപ്പം. ഇതിപ്പോൾ അണ്ടർഗ്രൗണ്ടാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര സൗണ്ടുമാണ്. നമുക്കൊന്നും കേൾക്കാനും പാടില്ല. പിന്നെ അവിടെ എത്തിയിട്ട് കാണാം. മൂച്ചി കഴിച്ചിട്ടുണ്ടോയെന്നും പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ചുകൊണ്ട് ഈ കൊറിയൻ ഷോപ്പിലോട്ട് കയറിയിട്ടുണ്ട്. എന്തിനാ തപ്പുന്നേ? മൂച്ചിയോ? ലെമണേഡ്. നമ്മൾ ഈ നാട്ടിൽ ബസ്സിൽ കയറിയിട്ട്, ബസ്സിലും കാറിലും കയറി ചിലർക്ക് മറ്റേ ഛർദ്ദിക്കാനൊക്കെ വരില്ലേ, അതുപോലെ ഇപ്പം ഞങ്ങളുടെ അവസ്ഥ. അണ്ടർഗ്രൗണ്ട് കയറി വന്നിട്ട് ഇപ്പം വൊമിറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ടെൻഡൻസിയാണ്. എനിക്ക് ഈ സാധനം കഴിക്കണമെന്ന് ഭയങ്കര താല്പര്യമുണ്ട്. ഈ സീവീഡോ, സീസൺ സീവീഡ്, അത് റീൽസിലൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ആദ്യത്തെ ഈ സാധനം, ഈ ഒരു ഷീറ്റ് പോലത്തെ സാധനം. പക്ഷെ അത് ഇഷ്ടപ്പെടുമോയെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് വാങ്ങിക്കാതെ. ഇനി ഏതെങ്കിലും അറിയാവുന്ന ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. അത് എല്ലാ റീൽസിനകത്ത് ഇങ്ങനെ കാണും, ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ കഴിക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ കുറേ സാധനം കാണാനുണ്ട്. നല്ല രസമായി, ഈ ലൈറ്റും മ്യൂസിക്കും ഒക്കെ ആയിട്ട്. ഞാൻ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഈ പെങ്ങത്തങ്ങ് പോകും. പിന്നെ ഈ ഉത്സവപ്പറമ്പിൽ തപ്പി നടക്കുന്ന പോലെ ഇവിടെ തപ്പി പോകേണ്ടി വരും. ഒന്ന് വീഡിയോ പിടിച്ചങ്ങ് പോയി. ഇനി ഞാനുള്ള അടുത്ത പഞ്ചായത്തിൽ നിന്ന് കണ്ടുപിടിക്കണം. അതാണിപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ പഠിപ്പ്. പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ജാക്കറ്റൊന്നും ഇല്ലാണ്ട് വലിയ മേഖലിച്ച് നടന്നു. പക്ഷേ ഇപ്പോൾ തണുപ്പായി. മണി അതൊക്കെ എടുത്തിട്ടു. നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് ചൈന ടൗണിലെത്തി. എനിക്ക് ആകെ അറിയാവുന്നൊരു കാര്യം, ഈ റെഡ് ബലൂൺ കാണുന്നിടമാണ് ചൈന ടൗൺ എന്നാണ്. നമ്മൾ റീൽസിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഏകദേശം ഇവിടെ എത്തി. അത്യാവശ്യം നല്ല ആളുണ്ട് കേട്ടോ. അവിടെ കയറിയപ്പോൾ തന്നെ അവരുടെ ഫുഡിൻ്റെ സ്മെല്ല് പിടിക്കുന്നത്. നേരത്തെ വരുന്നതിന് മുമ്പ് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഈ 5 പൗണ്ട് ബോക്സ്. എന്നുവെച്ചാൽ അവിടെ കുറേ ഐറ്റം ഉണ്ട്. നമുക്ക് അതിനകത്ത് ഇഷ്ടമുള്ളത് ഒരു ബോക്സ് തരും, ഒരു ടേക്ക് അവേ ബോക്സ് പോലെ. അത് നമുക്ക് എടുക്കാം. എന്തൊക്കെ ഐറ്റം അവർ പുറത്തായിട്ട് വെച്ചിട്ടുണ്ട്. അന്നേരം നമുക്കെല്ലാം ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. കുറച്ച് സോസിനകത്തുള്ളതുണ്ട്. അപ്പോൾ സ്മെല്ലൊക്കെ നല്ലതാണ്. അപ്പോൾ അവളെ ഞാൻ അകത്ത് പറഞ്ഞ വെച്ചിട്ടുണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ടേസ്റ്റ് നോക്കാം, നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ. ഇതാട്ടോ റെസ്റ്റോറൻറ്റ് എം ആർ ഹോട്ട് ബഫറ്റ് 5 പൗണ്ട്. പിന്നെ ഇവിടെ ക്യാഷ് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, കാർഡ് അക്സെപ്റ്റ് ചെയ്യില്ല അവർ. ഇത് മറ്റേ സ്പ്രിംഗ് റോൾസ് ആണ്. അകത്തുനിന്ന് എടുത്തോണ്ട് ഇപ്പം ചൂടുണ്ടായിരുന്നു. പക്ഷെ ഇത് പുറത്ത് തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് തണുപ്പ്. ഒരാൾ ബബിൾ ടീയുടെ ബോർഡ് കണ്ടേ. അങ്ങനെ ബബിൾ ടീ വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കട്ടെ. കൊള്ളാലോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫേവറേറ്റാണ്. ഞാൻ റെഗുലർ അപ്പോൾ അത് കുത്തരിയല്ല. അത് ഇനി നോക്കട്ടെ, ഇനി ഇതെങ്ങനെ ഉണ്ടോ നോക്കട്ടെ. വിത്ത് ചിക്കൻ മീൻസ് സാൾട്ട്. ഇതിലൊന്നും ചേർത്തിട്ടില്ലേ ഇവര്? ഉപ്പുണ്ടെന്ന് പെപ്പറില്ല, സാൾട്ട് മാത്രം. എരിവൊന്നുമില്ല. ആ ബൗളെല്ലാം കഴിച്ച് വയറ് ഫുള്ളായി. ശരിക്കും ഇത് ഒത്തിരി ഉണ്ടല്ലേ? ഒരാൾക്കൊക്കെ അത് ഭയങ്കര കൂടുതലാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇറങ്ങിപ്പോ എവിടെ പോവാം? ഇവിടെ ഏതാണ്ട് സ്വീറ്റ്സ് കട കണ്ടുപിടിച്ചോള്.
ഇവരുടെ സ്വീറ്റ്സ്, ഇവർക്ക് സ്വീറ്റ് ഇതെന്താ സെൽഫോ ഇതുണ്ടായി വരും അച്ഛനകത്ത് ആ സാധനം വെച്ചിട്ട്. ഓ ഫിഷ് കേക്കാ. ഈ അച്ഛനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഫിഷ് കേക്കായി വരുമെന്നാണ് അവൾ പറഞ്ഞത്. ആയിരിക്കും. കുറേ സാധനം ഉണ്ടല്ലോ. നല്ല ടേസ്റ്റ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. ഇപ്പൊ ചൈന ആണോ കൊറിയൻ ആണോ എനിക്കറിയാൻ പാടില്ല. അതിലും എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട്. നല്ല മയമുണ്ട് കേട്ടോ എല്ലാത്തിനും. കുറേ സാധനം ഉണ്ടല്ലോ ഇവിടെ. ഇതെന്താടി പച്ച കളറിലെ? ഇതാ വാങ്ങിക്കും. ഏതാ വേണ്ടത്? എന്തേലും വാങ്ങിക്കും. സ്പോഞ്ച് പോലെ വലിയ പൈസയല്ല അതിൻ്റെ. കണ്ടോ 220. ഇവിടെ നിന്ന് വാനില കേക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറേ കേക്ക് ഉണ്ടല്ലോ. ഇവിടെയും കുറേ കേക്ക് ഉണ്ടല്ലോ ബോക്സിനകത്തൊക്കെ. എനിക്ക് മധുരം വലിയ താല്പര്യമില്ല, പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ കഴിക്കും. അങ്ങനെ വലിയൊരു ഇതില്ല. ഇതെന്താ ചായയോ? ആ ശരിയാട്ടോ, ചായ. ഹാൻഡ് മെയ്ഡ് ചൈന ടൗൺ ബേക്കറി മിൽക്ക് ടീ ഹാൻഡ് മെയ്ഡ് 360 പ്ലസ് ഷുഗർ 3. ഓ മധുരം ഉള്ളതും മധുരം കുറവുള്ളതും എല്ലാം ഉണ്ട്. പൈസ സിനിമ കേക്ക് വാങ്ങിച്ചു. ഇത് കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, അറിയത്തില്ല. ഇനിയിപ്പം പോവാ. ഇനിയിപ്പം നമുക്ക് വേറെ 2-3 സ്ഥലത്തൂടെ പോകാനുണ്ട്. അപ്പം സമയം കളയണ്ട. അപ്പം ഞങ്ങൾ പോട്ടെ. നമ്മളിവിടെ ഒരു കടയിൽ വന്നാട്ടോ. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവരുടെ എന്താ കയ്യിലെ സാധനം കാണിച്ചേ? ഇതാണ് ഇവരുടെ ലക്കി ക്യാറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ കുറേ സാധനങ്ങൾ പുറത്തിരിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. എന്താ ഇത് പിടിച്ചോ. ഇത് അവരിതിൻ്റെ ലക്കി ക്യാറ്റ് എന്ന് പറയും. ഭാഗ്യമാണെന്നാണ് അവർ പറയുന്നത്. കുറേ സാധനങ്ങളാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഒരു ചൈന പോലെ ഫീൽ ഇപ്പോഴാണ് കിട്ടിയത്. പിന്നെ വേറെ മറ്റു ഡ്രസ്സസ്, പിന്നെ പുറത്താണെങ്കിലോ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ വേറെ ഈ ടൈപ്പ് ഡ്രസ്സ്. എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. ഇവിടെ തപ്പി നോക്കണ്ടേ. അതിന് വലിയ എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കിട്ടിയാൽ മതി. പിന്നെ വലിയ ശല്യമൊന്നും കാണത്തൊന്നുമില്ല.